പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 9-13 അവൻ അവരോട്, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. ഹല്ലേലൂയ. നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. യേശു കർത്താവിൻ്റെ അടുക്കൽ തൻ്റെ ശിഷ്യന്മാർ ഒരു വലിയ പ്രശ്നവുമായി അടുത്തു വന്നു. എന്നാൽ യേശുവിൻ്റെ ഉത്തരം ഇത് മാത്രമേ ഉള്ളൂ: നിങ്ങൾ തന്നെ അവർക്ക് കൊടുപ്പീൻ. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ല. അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും. അവരൊത്തിരി ദിവസമായി, കഴിഞ്ഞ 3 ദിവസമായി നമ്മുടെ കൂടെ ഇരിക്കുന്നു. നാം ഇരിക്കുന്ന സ്ഥലം മരുഭൂമിയാണ്. ഹല്ലേലൂയ. ഇവിടെ നിന്ന് പട്ടണത്തിൽ പോകണമെങ്കിൽ പോകുന്ന വഴിയിൽ തളരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ജീവിതത്തിൽ തങ്ങൾക്കും തങ്ങളുടെ കൂടെയുള്ള പുരുഷാരത്തിനും അഭിമുഖീകരിക്കേണ്ട എല്ലാ പ്രശ്നത്തെയും അക്കമിട്ട് നിരത്തി കർത്താവിനോട് പറഞ്ഞപ്പോൾ കർത്താവ് കൊടുത്ത മറുപടി എത്രേ: നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. ആ പ്രശ്നത്തിൻ്റെ പരിഹാരം നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. പ്രിയരെ, ഇന്ന് പകൽക്കാലവും പരിശുദ്ധാത്മാവ് നമ്മളോട് അതേ ദൂത് കൈമാറി പറയുന്നു: നിങ്ങൾ തന്നെ കൊടുപ്പീൻ, നിങ്ങൾ തന്നെ പരിഹരിപ്പീൻ. നിങ്ങളുടെ കയ്യിൽ ദൈവം അതിനുള്ള മാർഗം തന്നിട്ടുണ്ട്. ഒരു പരീക്ഷ വന്നെങ്കിൽ പരീക്ഷയോട് പോക്കുവഴിയും തരുമെന്ന് തമ്പുരാൻ്റെ പ്രോമിസാ, തമ്പുരാൻ്റെ വാഗ്ദത്തമാ. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലേ, ഈ പ്രഭാതത്തിൽ നിങ്ങൾ ഏത് പ്രശ്നത്തിൻ്റെ നടുവിലാണോ, ഏത് ആവശ്യത്തിൻ്റെ നടുവിലാണോ, ഏത് പ്രതിസന്ധിയുടെ മുമ്പിലാണോ നിൽക്കുന്നത്, പരിഹാരം കർത്താവ് നിങ്ങളിലൂടെയാണ് ചെയ്യുന്നത്. നിങ്ങളാ അതിൻ്റെ താക്കോൽ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും എന്ന് അരുളി ചെയ്ത ദൈവം ഈ ഭൂമിയിൽ നിങ്ങൾ അഴിക്കുന്നത് സ്വർഗമണ്ഡലത്തിൽ, ഹല്ലേലൂയ, ആത്മമണ്ഡലത്തിൽ അഴിക്കുമെന്ന് അരുളി ചെയ്ത ദൈവം അവൻ വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ആ കർത്താവ് നമ്മളോട് പറയുന്നു ഇന്ന് രാവിലെ സമയത്ത്, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് ആവശ്യത്തിനും മറുപടി നിങ്ങളുടെ കയ്യിലുണ്ട്. പകൽ കഴിയാറായപ്പോൾ, ഹല്ലേലൂയ, ശിഷ്യന്മാർ അടുത്ത് വന്നു. പകൽ സമയത്ത് അവർ ചിന്തിച്ചില്ല. എന്നാൽ രാത്രി കണ്ടപ്പോൾ, ഹല്ലേലൂയ, ഇരുട്ടായി തുടങ്ങിയപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി: ഹല്ലേലൂയ, നാം മരുഭൂമിയിലായിരിക്കുന്നത്. ഹല്ലേലൂയ, നമ്മുടെ കൂടെ വലിയ പുരുഷാരമുണ്ട്. ഹല്ലേലൂയ, അവരെ നാം പറഞ്ഞയക്കണം. അവർക്ക് ആഹാരമില്ല, അവർക്ക് ആഹാരം വാങ്ങാനുള്ള സ്ഥലം ഇവിടെ ഇല്ല. അങ്ങനെ പല പല ആവശ്യങ്ങളുമായി കടന്നു വന്നു. പ്രിയരെ, ജീവിതത്തിൻ്റെ സന്ധ്യയാകുമ്പോൾ, ജീവിതത്തിൻ്റെ ഇരുട്ടാകുമ്പോൾ, ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഒരു പക്ഷേ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന്, എങ്ങനെ മുമ്പോട്ട് പോകേണ്ടെന്ന് അറിയാതെ പലപ്പോഴും മനുഷ്യർ പകച്ചു പോകാറുണ്ട്. എന്നാൽ ഇന്ന് രാവിലെയും നമ്മുടെ കർത്താവ് മറഞ്ഞിരിക്കുന്നവനല്ല. പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു, ഈ വചനം വായിക്കുമ്പോൾ ഒരു കാര്യം, ഹല്ലേലൂയ, ദൈവം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാ: ഏത് സമയത്തും അവൻ മറഞ്ഞിരിക്കത്തില്ല. അവൻ ഒരു വെളിപ്പാട് അകലെയുണ്ട്. അല്ലെ, അവൻ തൊട്ട അരികത്തുണ്ട്. ഈ രാവിലെ സമയത്ത് ഏത് വിഷയമാണോ നിങ്ങൾ ഫേസ് ചെയ്യുന്നത്, അതിൻ്റെ പരിഹാരം തരുന്ന, അതിന് അഡ്വൈസ് തരുന്ന, ഹല്ലേലൂയ, മുമ്പോട്ടുള്ള മാർഗം പറഞ്ഞു തരുന്ന കർത്താവ് നമ്മുടെ തൊട്ടരികെയുണ്ട്. കർത്താവിനെ അന്വേഷിച്ച് നിങ്ങൾ ദീർഘദൂരം പോകേണ്ട. അവൻ കൂടെയുണ്ട്. അവൻ എല്ലാ കാലത്തും കൂടെയുണ്ട്. പ്രിയരെ, ഇന്ന് പകൽക്കാലം വിഷയവുമായി യേശുവിൻ്റെ അടുക്കൽ വന്നാൽ മതി. യേശുവേ എന്നൊന്ന് വിളിച്ചാൽ മാത്രം മതി. ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമെന്ന് ബർത്തിമായി നിലവിളിച്ചു. തൊട്ട് അരികത്തൂടെ കടന്നു പോകുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ അവൻ തിരിച്ചറിഞ്ഞു. അവൻ ചോദിച്ചു, എന്താ കേൾക്കുന്ന ശബ്ദം? ആരാ കടന്നു പോകുന്നത്? തൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല, പക്ഷെ തൻ്റെ വാ അടച്ചു വെച്ചില്ല. താൻ വാ തുറന്ന് ചോദിച്ചു, ആരാ കടന്നു പോകുന്നത്? എന്താ ഇവിടെ സംഭവിക്കുന്നത്? പുരുഷാരം പറഞ്ഞു, യേശു കടന്നു പോകുന്നു, യേശു കടന്നു പോകുന്നു. യേശുവെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ താൻ വാ തുറന്ന് വിളിച്ചു, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് അത്യുച്ചത്തിൽ നിലവിളിച്ചു. ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ ഭവനത്തിലും ഒന്ന് നിലവിളിക്കാൻ പറ്റുമോ? യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് ഉറച്ച് നിലവിളിച്ചാൽ നിന്റെ പ്രശ്നത്തിന് പരിഹാരത്തിനായി ദൈവം ചലിക്കും. ദൈവം ചലിക്കുക എന്ന് മാത്രമല്ല, ഇവിടെ പറഞ്ഞ വാക്യം ശ്രദ്ധേയമത്രേ: നിങ്ങൾ തന്നെ അത് കൊടുപ്പീൻ, നിങ്ങൾ തന്നെ അത് പരിഹരിപ്പീൻ. അതിൻ്റെ അർത്ഥം, പ്രിയരെ, ഹല്ലേലൂയ, നിങ്ങൾ തന്നെ കൊടുക്കാൻ കർത്താവ് പറഞ്ഞെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അതിനുള്ള റിസോഴ്സസ്, അതിനുള്ള സാമഗ്രികൾ, അതിനുള്ള സഹായം, അതിനുള്ള കഴിവ്, അതിനുള്ള പ്രാപ്തി നിങ്ങളുടെ കയ്യിൽ ദൈവം തന്നിട്ടുണ്ട്. പ്രിയരെ, അത് തിരിച്ചറിയുക. അതാ നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. ഹല്ലേലൂയ. ബർത്തിമായി നിലവിളിച്ചതുപോലെ ഇന്ന് രാവിലെ ഒന്ന് നിലവിളിക്കുമോ? നിന്റെ അടുക്കൽ മാറാത്തവൻ, മറഞ്ഞിരിക്കാത്തവൻ, നിന്റെ നിലവിളിക്ക് മറുപടി തരുന്ന നമ്മുടെ അപ്പായുണ്ട്, നമ്മുടെ കർത്താവുണ്ട്. അവനോടൊന്ന് വിളിച്ചാൽ മതി: യേശുവേ, അടിയനെ, ഹല്ലേലൂയ, ഒന്ന് കണ്ട് അടിയൻ്റെ മുഖത്തേക്ക് നോക്കി തൃക്കൈ എനിക്ക് വേണ്ടി ഒന്ന് ചലിക്കണമേ, അങ്ങയുടെ മുഖം എൻ്റെ മേലൊന്ന് പ്രകാശിപ്പിക്കണമേ. ഒന്ന് വിളിച്ചു പറഞ്ഞാൽ പരിഹാരം അവൻ പറഞ്ഞു തരും. പ്രിയരെ,
നിങ്ങൾ തന്നെ അത് കൊടുപ്പീൻ എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ അവരുടെ കയ്യിലുള്ള അല്പം അപ്പമായിരിക്കാം, അവരുടെ കയ്യിലുള്ള ഹല്ലേലൂയ അല്പം ഹല്ലേലൂയ എന്തെങ്കിലുമൊക്കെ വസ്തുക്കളായിരിക്കാം, അതിനെ ഉപയോഗിക്കാൻ കർത്താവ് വിശ്വസ്തനത്രേ. ഹല്ലേലൂയ പത്രോസിൻ്റെ കയ്യിലിരുന്ന ഒരു ചൂണ്ടയാ കർത്താവ് ഉപയോഗിച്ച് അവനും കർത്താവിനും വേണ്ടി ഹല്ലേലൂയ ടാക്സ് കൊടുക്കാൻ അല്ലെങ്കിൽ കരം കൊടുക്കാൻ കർത്താവ് ഉപയോഗിച്ചത്. പ്രിയരെ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ചെറുതായിരിക്കാം, അത് മതി കർത്താവിന്. ഭൃത്യമായേ, നിൻ്റെ വായിലെ ഒറ്റ വാക്കു മതി, യേശുവേ എന്നുള്ള നിൻ്റെ ഒരു നിലവിളി മതി നിൻ്റെ ചരിത്രത്തെ മാറ്റുവാൻ. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എന്തും കർത്താവിന് അത്ഭുതം പ്രവർത്തിക്കാൻ മതിയായതത്രേ. ഇന്ന് രാവിലെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മാത്രം മതി. ഇന്ന് രാവിലെ കർത്താവിൻ്റെ അടുക്കലൊന്ന് ചെന്നാൽ മതി, കർത്താവിനോടൊന്ന് ചോദിച്ചാൽ മതി. അവൻ പറഞ്ഞു തരും. അവൻ ആലോചനയിൽ വലിയവനാ, അവൻ പ്രവൃത്തിയിൽ ഭയങ്കരനായ ദൈവമാ. ഇന്ന് രാവിലെയും തന്നോട് വിളിച്ചപേക്ഷിക്കുന്ന, തന്നോട് ചോദിക്കുന്ന ഏവർക്കും നൽകുവാൻ അവൻ മതിയായ ദൈവമാ. നിങ്ങൾ തന്നെ അത് ചെയ്യും. ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ആത്മാവിൽ അതേ ദൂത് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കയ്യിലുള്ള അല്പം കൊണ്ട് അത്ഭുതത്തെ ചെയ്യാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ. യേശുവേ, ഒരാലോചന പറഞ്ഞു തരണമേ എന്ന് ചോദിച്ചാൽ മാത്രം മതി. അവൻ പറഞ്ഞു തരും, അവൻ മാർഗം തരും, അവൻ മുമ്പോട്ടുള്ള വഴി കാണിച്ചു തരും. വഴി അടഞ്ഞു നിൽക്കുന്ന ഏത് പ്രശ്നമാണോ അതിന് പരിഹാരം തരും. രോഗത്തിന് അവൻ സൗഖ്യം തരും, ശരീരത്തിന് അവൻ വിടുതൽ തരും. ഹല്ലേലൂയ. അവൻ നമ്മെ അനുഗ്രഹിച്ച് നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.